8 വർഷക്കാലമായി നമ്മുടെ മനസ്സറിഞ്ഞ നമ്മുടെ സ്വന്തം വെഡിങ് സെന്റർ ലൈബ വെഡിങ് സെന്റർ. വില വളരെ കുറവാണ്. ലൈബ വെഡിങ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകൊണ്ട്. കാളികാവ് ചെങ്കോട് വാർഡിലെ അമ്പലക്കുന്നിൽ 10ഓളം പേർക്ക് മഞ്ഞപ്പിത്തം പിടിപെട്ടു. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയതായി ആരോഗ്യവകുപ്പ്. ചെങ്കോട് വാർഡിലെ പിലാക്കാടൻ മുസ്തഫ, ഷാജി, ഷിജി എന്നിവരുടെ വീടുകളിലെ കുട്ടികളടക്കമുള്ളവർക്കാണ് മഞ്ഞപ്പിത്തം പിടിപെട്ടത്. രോഗം ബാധിച്ചവർ കാളികാവ് CHCയിൽ ചികിത്സ തേടി. വേനൽ മഴ ശക്തമായതോടെയാണ് പ്രദേശത്ത് മഞ്ഞപ്പിത്തം പടരുന്നത്. പ്രദേശത്തെ മലിനീകരണത്തിനെതിരെ പ്രദേശത്തുകാർ ആരോഗ്യവകുപ്പ് അധികൃതർക്ക് പരാതി നൽകി. മഴക്കാലത്ത് മഞ്ഞപ്പിത്തം വ്യാപിപ്പിക്കുന്നത് തടയാനുള്ള മുൻകരുതൽ സ്വീകരിച്ചതായി ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രമോദ് കുമാർ പറഞ്ഞു. മഴക്കാലത്ത് ശുദ്ധജല സ്രോതസ്സുകൾ മലിനമാകാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് തടയുന്നതിന് ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകി. മഞ്ഞപ്പിത്തവും ഡെങ്കിപ്പനിയും വ്യാപനം തടയുന്നതിനായി ആരോഗ്യവകുപ്പ് ശക്തമായ പരിശോധനയും ബോധവൽക്കരണ പരിപാടികളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. മഞ്ഞപ്പിത്തത്തിന് പുറമെ ഡെങ്കിക്കെതിരെയും ജാഗ്രതാ നിർദ്ദേശം നൽകി. മഞ്ഞപ്പിത്ത ബാധ തടയുന്നതിന്റെ ഭാഗമായി തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രമേ കുടിക്കാവൂ എന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. കാളികാവ് ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മഞ്ഞപ്പിത്തം കുറഞ്ഞ അളവിൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. എല്ലാ ദിവസങ്ങളിലും എന്നതുപോലെ നിലവിലും ആ അവസ്ഥയുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായി അമ്പലക്കുന്ന് മേഖലയിൽ പഞ്ചായത്തിന്റെ 11ാം വാർഡിൽ 2-3 വീടുകളിലായി ഒരു 6-7ഓളം കേസുകൾ മഞ്ഞപ്പിത്തമായിട്ട് നിലവിലുണ്ട്. ഇവരെല്ലാവരും ചികിത്സയിലാണ്. ഒന്നും ഗുരുതരാവസ്ഥയിലേക്ക് പോയിട്ടൊന്നുമില്ല. പക്ഷേ അതൊരു പകർച്ചവ്യാധി ആയതിനാൽ മേഖലയിൽ പടർന്നു പിടിക്കുവാനുള്ള ഒരു സാധ്യത മുന്നിൽ കണ്ട് ആരോഗ്യ പ്രവർത്തകർ മേഖലയിൽ ഇടപെടുകയുണ്ടായിട്ടുണ്ട്. ഗൃഹസന്ദർശനങ്ങളിലൂടെ, അതുപോലെ ചെറിയ യോഗങ്ങളിലൂടെ, ബോധവൽക്കരണ പ്രവർത്തനങ്ങളിലൂടെ, ക്ലോറിനേഷൻ പ്രവർത്തനങ്ങളിലൂടെ നിയന്ത്രണം സാധ്യമാക്കുവാനുള്ള എല്ലാ ശ്രമങ്ങളും ആരോഗ്യ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. മഞ്ഞപ്പിത്തത്തെക്കുറിച്ച് പറയുമ്പോൾ ഇതൊരു ജലജന്യ രോഗമാണ്. രോഗാണു കലർന്ന ഭക്ഷണത്തിലൂടെ, മാലിന്യം കലർന്ന കുടിവെള്ളത്തിലൂടെ, ഒരൽപ്പം വ്യക്തി ശുചിത്വത്തിന്റെ കുറവുള്ളവരിലൂടെ, അത്തരം സാഹചര്യങ്ങളിലൂടെ പരക്കുന്ന ഒരു അസുഖമാണ് മഞ്ഞപ്പിത്ത രോഗം. ഇതിനെ ഫലപ്രദമായി പ്രതിരോധിക്കുവാൻ വളരെ സിമ്പിളായിട്ട് കഴിയും. കുടിവെള്ളം തിളപ്പിച്ചാറിയത് മാത്രം ഉപയോഗിക്കുകയും ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കൈകൾ സോപ്പിട്ട് കഴുകുക, അതുപോലെ ശൗചാലയങ്ങൾ ഉപയോഗിച്ചതിന് ശേഷം കക്കൂസിൽ പോയി പോരുന്ന സമയത്ത് കൈകൾ സോപ്പിട്ട് കഴുകുക. വ്യക്തി ശുചിത്വം, പരിസര ശുചിത്വം, സാമൂഹ്യ ശുചിത്വം ഇത് കർശനമായി പാലിച്ചുകൊണ്ട് ഫലപ്രദമായി നേരിടാവുന്ന, തടയാവുന്ന, പ്രതിരോധിക്കാവുന്ന ഒരു രോഗമാണ് മഞ്ഞപ്പിത്തം. ഈ ഒരു ധാരണ മുഴുവൻ ആളുകളുടെയും ഉള്ളിൽ ഉണ്ടാവണം. പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങളിൽ, വിശിഷ്യ ഡെങ്കിപ്പനി പോലുള്ള കൊതുകുജന രോഗ നിയന്ത്രണത്തിലും ജലജന്യ രോഗമായ മഞ്ഞപ്പിത്ത വയറിളക്ക രോഗ നിയന്ത്രണത്തിലും ഗ്രാമപഞ്ചായത്തും ആരോഗ്യവകുപ്പും എടുക്കുന്ന പ്രതിരോധ പ്രവർത്തനങ്ങളിൽ സർവാത്മന സഹകരിച്ചുകൊണ്ട് 100% ഫലപ്രദമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സഹായ സഹകരണങ്ങൾ മുഴുവൻ ആളുകളുടെയും ഭാഗത്തുനിന്നുണ്ടാവണമെന്നാണ് ആരോഗ്യവകുപ്പിന് വേണ്ടി അഭ്യർത്ഥിക്കാനുള്ളത്. ന്യൂസ് ബ്യൂറോ, കാളികാവ്. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.